ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട് സംസ്ഥാന മന്ത്രിസഭായോഗം. വീടുകളുടെ നിർമ്മാണ തുക 20 ലക്ഷമായി നിജപ്പെടുത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം സർവീസ് നിയമനത്തിൽ വെയിറ്റേജ് അനുവദിക്കാനും തീരുമാനം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ധനവകുപ്പുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് വിലക്കി ഹൈക്കോടതി. തീരദേശ ഹർത്താൽ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. കടൽ മണൽ ഖനനത്തിൽ സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് കേന്ദ്രത്തെ മുൻപ് തന്നെ അറിയിച്ചിരുന്നതായി മന്ത്രി പി രാജീവ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ 3 വിക്കറ്റിന് 131 റൺസ് എന്ന നിലയിൽ കേരളം. വാർത്തകൾ വിശദമായി. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട് സംസ്ഥാന മന്ത്രിസഭായോഗം. ടൌൺഷിപ്പിൽ നിർമ്മിക്കുന്ന ഒരു വീടിന്റെ സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായി നിജപ്പെടുത്തി. പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കാനും ഭൂമി 7 സെന്റ് വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വീടുകൾ 12 വർഷത്തേക്ക് അന്യാധീനപ്പെടുത്താൻ പാടില്ല. ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കരട് ഫേസ് 2B ലിസ്റ്റ് നോ ഗോ സോണിന്റെ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തിട്ടപ്പെടുത്തും. ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള 300 രൂപ ബത്ത അതേ വ്യവസ്ഥയിൽ തുടർന്നും അനുവദിക്കും. സപ്ലൈകോ വഴി മാസം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന കൂപ്പൺ വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. SSLC പ്ലസ് 2 തലങ്ങളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് PSC വഴിയുള്ള യൂണിഫോം സർവീസുകളിലെ നിയമനത്തിന് വെയിറ്റേജ് അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കും. മുനമ്പം കമ്മീഷന്റെ കാലാവധി 3 മാസത്തേക്ക് ദീർഘിപ്പിച്ചു നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. ഇതോടെ നൽകാനുണ്ടായിരുന്ന 3 മാസത്തെ കുടിശ്ശികയും സംസ്ഥാന സർക്കാർ കൊടുത്തുതീർത്തു. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ധനവകുപ്പുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആശാവർക്കർമാരുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കടുംപിടുത്തം ഉണ്ടാകില്ല. ആശമാർക്ക് നിലവിൽ 13,000 രൂപയ്ക്കടുത്ത് ഓണറേറിയം ലഭിക്കുന്നതിൽ 9,500 രൂപ സംസ്ഥാനം നൽകുന്നതാണ്. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആശയ്ക്ക് കേരളത്തിൽ 10,000 മുതൽ 13,000 വരെ ഇൻസെന്റീവും ഓണറേറിയും ലഭിക്കുന്നു. അപ്പം ചിലയിടത്തെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഓണറേറിയം മാത്രമാണ്, അല്ല. ഇൻസെന്റീവ്സ്, ഫിക്സഡ് ഇൻസെന്റീവ് 3,000 ഉണ്ട്. അതിലും 60-40 ആണ്. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും. അതായത് ഒരു 13,500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ 10,000-നടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ 18 ദിവസമായി സമരം തുടരുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതോടെ ഉന്തും തള്ളും ഉണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാതയോരം ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും അനുമതിയില്ലാതെ സ്ഥിരമായോ താൽക്കാലികമായോ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് വിലക്കി ഹൈക്കോടതി. നിലവിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിൽ വ്യക്തമാക്കി. നടപടികളിലെ പുരോഗതി സംബന്ധിച്ച് തദ്ദേശ സെക്രട്ടറി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു. കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പരമ്പരാഗത യാനങ്ങളും ട്രോളിംഗ് ബോട്ടുകളും മത്സ്യബന്ധനത്തിന് പോയില്ല. മത്സ്യബന്ധന തുറമുഖങ്ങളുടെയും വിപണന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനത്തെ ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ ഹർത്താൽ ഇന്ന് അർദ്ധരാത്രി വരെ നീളും.
കേരളത്തിന്റെ തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം നടത്തുന്നതിൽ സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചതാണെന്ന് മന്ത്രി പി രാജീവ്. ഇതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയതെന്നും അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടൽ മണൽ ഖനനത്തിനെതിരായി പ്രതിപക്ഷവുമായി സഹകരിച്ച് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. വിഷയത്തിൽ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നൽകുന്നത് ദൌർഭാഗ്യകരമാണെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ മെഡിക്കൽ കോളേജിലെത്തിയാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഫാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ല. കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമനുസരിച്ച് തീരുമാനിക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും മറ്റ് കേസുകളിലെ അറസ്റ്റ് രേഖപ്പെടുത്തുക. മതവിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലായ മുൻ MLA PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ കോട്ടയം മുൻസിഫ് കോടതി നാളെ വിധി പറയും. പൊതുപ്രവർത്തകനെന്ന നിലയിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നാണ് PC ജോർജിന്റെ ആവശ്യം. എന്നാൽ തുടർച്ചയായി ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്നതിനിടെ വീണ്ടും ജാമ്യം കൊടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. PC ജോർജ് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കൊല്ലം കോർപ്പറേഷൻ മേയറായി CPIയുടെ ഹണി ബെഞ്ചമിൻ സത്യപ്രതിജ്ഞ ചെയ്തു. CPI-M മേയർ പ്രസന്ന ഏണസ്റ്റ് കഴിഞ്ഞ ദിവസം രാജിവെച്ചതിനെ തുടർന്ന് ഇന്ന് നടന്ന വോട്ടെടുപ്പിലാണ് ഹണി ബെഞ്ചമിൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. CPI-M മേയർ സ്ഥാനം ഒഴിയാൻ വൈകിയതിൽ CPI ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാജിവെച്ച് പ്രതിഷേധിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് മുൻകരുതൽ നടപടികൾ തുടങ്ങി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വർദ്ധിക്കുന്ന ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കെട്ടിടങ്ങളിലും തീപിടുത്ത സാധ്യതയുള്ള മേഖലകളിലും അടിയന്തര ഫയർ ഓഡിറ്റ് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധോണി ഉൾപ്പെടെ ജില്ലയിലെ ചില വനമേഖലകളിൽ കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുള്ളവർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ഉത്സവങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഉത്സവ പറമ്പുകളിലെ പരിസരത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പൊള്ളൽ, ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ പരിപാടിയിലൂടെ ഇതുവരെ 4 ലക്ഷത്തിലധികം പേർ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ 1398 സർക്കാർ ആശുപത്രികളിൽ സ്ക്രീനിംഗിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. BPL വിഭാഗക്കാർക്ക് സൌജന്യമായും APL വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലുമാണ് പരിശോധന. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ ഒന്നാം ഇന്നിംഗ്സിൽ വിദർഭയ്ക്കെതിരെ 3 വിക്കറ്റിന് 131 റൺസ് എന്ന നിലയിൽ കേരളം. 66 റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന ആദിത്യ സർവാദയുടെ ബാറ്റിംഗാണ് കേരളത്തെ തുണച്ചത്. രണ്ടാം ദിനമായ ഇന്ന് 379 റൺസോടെയാണ് വിദർഭ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയത്. ഡാനിഷ് മലേശ്വർ വിദർഭയ്ക്കായി സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട് സംസ്ഥാന മന്ത്രിസഭായോഗം. വീടുകളുടെ നിർമ്മാണ തുക 20 ലക്ഷമായി നിജപ്പെടുത്തി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം സർവീസ് നിയമനത്തിൽ വെയിറ്റേജ് അനുവദിക്കാനും തീരുമാനം. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക സർക്കാർ അനുവദിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ധനവകുപ്പുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് വിലക്കി ഹൈക്കോടതി. തീരദേശ ഹർത്താൽ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. കടൽ മണൽ ഖനനത്തിൽ സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് കേന്ദ്രത്തെ മുൻപ് തന്നെ അറിയിച്ചിരുന്നതായി മന്ത്രി പി രാജീവ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ 3 വിക്കറ്റിന് 131 റൺസ് എന്ന നിലയിൽ കേരളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.